നാളുകൊണ്ട് ആളുകൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഞാൻ ഇന്ന് മറുപടി പറയാം എന്ന് വിചാരിച്ചു. അപ്പം ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയണ്ടല്ലോ എന്ന് വിചാരിച്ച് ഒരു വീഡിയോ ആയിട്ട് അങ്ങ് ചെയ്യാന്ന് വിചാരിച്ചു. ഈ വീഡിയോയ്ക്ക് അങ്ങനെ റീച്ച് കൂടുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതല്ലേ എന്ന് വിചാരിച്ചു. ലോങ് വീഡിയോ കുറെ നാളായിട്ട് ഇടണമെന്ന് ആലോചിക്കുന്ന ഷോർട്സ് മാത്രമേ ഞാൻ ഇടാറുള്ളൂ. എനിക്ക് അങ്ങനെ വലിയ ഇതൊന്നുമില്ല, മടിയാണ്, എല്ലാത്തിനും മടിയാണ്. അപ്പൊ എന്താന്ന് വെച്ചാൽ ആദ്യത്തെ ചോദ്യം ആൾക്കാർ ചോദിച്ചാണ്, എന്താണ് ഉണ്ടച്ചിയുടെ യഥാർത്ഥ പേര്? എന്റെ ഉണ്ടച്ചി എന്നുള്ള പേര് ഞാൻ ഉണ്ടയായിരുന്നപ്പോൾ ഇട്ട ഒരു പേരാണ് ഉണ്ടച്ചി എന്നുള്ളത്. അപ്പം ആ ഒരു രൂപത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്നതാണ് ഉണ്ടച്ചി എന്നുള്ള പേര്. പിന്നെ ശരിക്കുള്ള പേര് ഉണ്ണിപ്പിണ്ടിമോൾ എന്നാണ് എന്റെ ശരിക്കുള്ള പേര്. ആ ഉണ്ണിപ്പിണ്ടി എന്നുള്ളത് എല്ലാരും വിളിച്ച് ഉണ്ടച്ചി എന്നാക്കിയതാണ്. എന്താണ് കിറി ഇങ്ങനെ കോടിയിരിക്കുന്നത്, എന്താണ് കിറി വന്ന് മൂക്കയിലിരിക്കുന്നത് എന്ന് ചോദിക്കുന്നു. സൗന്ദര്യം ഒരു അടിസ്ഥാന ഘടകമാണോ നമ്മുടെ ജീവിതത്തിൽ? അല്ല. നല്ലൊരു മനസ്സുണ്ടാകുക എന്നതാണ് നമ്മുടെ ജീവിതത്തിൽ വേണ്ട ഏറ്റവും നല്ല ഒരു കാര്യമെന്ന് ഞാൻ പറയും. അതിനിടയ്ക്ക് ചുണ്ട് വന്ന് മൂക്കിലിടിക്കുന്നു, ചുണ്ട് വന്ന് കണ്ണിലിടിക്കുന്നു, ഇത് നമ്മുടെ വായിൽ നിന്നും വരുന്ന വാചകങ്ങൾ എത്രത്തോളം ആളുകളെ ഇംപ്രസ് ചെയ്യിക്കുന്നു എന്നുള്ളതിലാണ് കാര്യം. അല്ലാതെ ഇതിനകത്ത് വേറെ വലിയ ഇതൊന്നും ഉണ്ടെന്ന് ഞാൻ പറയത്തില്ല. പിന്നെ ഞാൻ പറയുന്ന നഗ്ന സത്യങ്ങൾ ചിലർക്ക് പിടിക്കാതെ വരും. ചിലർ താഴെ വന്നിട്ട് നല്ല ചീത്തയും വിളിക്കും, നല്ല തെറിയും വിളിക്കും. പക്ഷെ അതൊക്കെ എനിക്ക് യാതൊരു പരിചയമില്ലാത്ത ആൾക്കാരാണ്. അവർ തെറി വിളിച്ച് പോകുന്നെങ്കിൽ പോട്ട്, നമുക്കൊന്നും പോകാനില്ല. ആരും നമ്മുടെ മുഖത്ത് വന്ന് ചീത്ത വിളിക്കുന്നു. അടുത്തത്, വിമർശകരോട് എന്താണ് വിമർശകരോട് എന്താണ് ഉണ്ടച്ചിക്ക് പറയാനുള്ളതെന്ന് ചോദിച്ചേക്കുന്നത് പാണ്ഡിച്ചി തമിഴ്നാട്ടിൽ നിന്നാണ്. പറയാം. വിമർശകരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, വിമർശനങ്ങളാണ് ഉണ്ണി ജീവിതത്തിലെ ഇൻവെസ്റ്റ്മെന്റ്. വിമർശനങ്ങൾ വരും, വിമർശനങ്ങളാകാം, തളരില്ല. വിമർശനങ്ങളും പറയും, നല്ലതും പറയും, ചീത്തയും പറയും ആൾക്കാര്. നമ്മൾ ആരെ അവരെ പഠിക്കാനോ പക്ഷെ കൂടുതലെല്ലാം പറയാനാണ് എന്റെ വായിൽ വല്ലതും കേൾക്കും. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു വരുമ്പോൾ എനിക്ക് ദേഷ്യം വരുന്നേ. നമ്മൾ സമാധാനപരമായിട്ടുള്ള ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മള് തിരിച്ച് പറയണം തന്നെ ഞാൻ പറയുള്ളൂ. അത് ചില കാര്യങ്ങൾ കിട്ടുമ്പോൾ നമുക്ക് ഇങ്ങനെ പെരുവരുന്ന ഇറച്ചു കയറി വരും. ഒരു കാര്യം നമ്മുടെ മനസ്സിൽ വെക്കരുത്, അപ്പൊ തന്നെ പറഞ്ഞു തീർത്തോണം. അല്ലാതെ ഈ മനസ്സിൽ വെച്ചുകൊണ്ട് നടന്നിട്ട് പിന്നെ പോയിട്ട് ആലോചിച്ചിട്ട് ദൈവമേ ഈ ഡയലോഗ് അന്നേരം പറയായിരുന്നു എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. പറയേണ്ടത് അപ്പൊ തന്നെ പറഞ്ഞു കൊടുക്കണം. അടുത്തത്, അമ്മായിയമ്മ എവിടെ? എന്റെ പൊന്നു പിള്ളേരെ, ലാസ്റ്റ് ഞാൻ പറഞ്ഞില്ലായിരുന്നോ കാലൊടിഞ്ഞിരിക്കുകയെന്ന്? യോഗ ക്ലാസ് പഠിപ്പിക്കും. മാതമാണ് പിത്തമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കുത്തിയിരിക്കും. അന്നേരം എന്റെ ഒരു സ്നേഹത്തിന് എന്റെ പിള്ളേരെ ഞാൻ പറഞ്ഞെന്നാൽ യോഗ ഞാൻ പഠിപ്പിക്കാന്ന് പറഞ്ഞ് ഞാൻ യൂട്യൂബിലൊക്കെ നോക്കി 3-4 സ്റ്റെപ്പൊക്കെ യോഗയുടെ പഠിച്ചു വെച്ചു. എന്നിട്ട് ഞാൻ ഇത് എന്ത് ചെയ്യണം, നമ്മള് അമ്മായിയമ്മയിൽ ആദ്യം പരീക്ഷിച്ച് നോക്കാന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പൊ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഇവരുടെ വാദവും കഫവും മലവും മൂത്രവും ഒക്കെ ശരിയായിക്കോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. എന്റെ നല്ല മനസ്സ് നിങ്ങൾ ഒരു മനുഷ്യരും കാണുന്നില്ല. അതുകൊണ്ടാണെങ്കിൽ ഒരു ചാനൽ ഞാൻ തുടങ്ങിയത്. ഇവിടെ എനിക്കൊരു വിലയില്ല. അപ്പൊ എന്റെ ഈ നല്ല മനസ്സിന് ഞാൻ എന്റെ അമ്മായിയമ്മയോട് അവർ ആയുസോട് കൂടി ഇരിക്കട്ടെന്ന് കരുതിയാണല്ലോ ഞാൻ അങ്ങനെ പറഞ്ഞത്. എന്റെ പിള്ളേരെ ഈ ഇത് ഇങ്ങനെ കമന്ന് കിടന്നിട്ട് നമ്മുടെ ഒരു കാലിങ്ങനെ മടക്കി തലയിൽ ഇങ്ങനെ മുട്ടിക്കണം. അതിനകത്ത് വേറെ ഇതൊന്നുമില്ല. ഇത് കമന്ന് കിടന്ന് കണങ്ങാതെ അവിടെ അങ്ങ് കിടക്കുക. ഞാൻ 3-4 വട്ടം പറഞ്ഞ് നമ്മളൊരു ക്ലാസ് എടുക്കുമ്പോൾ നമ്മളെ ടീച്ചറും എത്ര പ്രായം ചെന്നവരാണല്ലോ അവര് സ്റ്റുഡൻസുമാണ്. അപ്പൊ അതിനകത്തൊരു ഗുരുശിഷ്യ ബന്ധമാണ്, അല്ലാതെ അമ്മായിയമ്മയും മരുമോളും തമ്മിലുള്ള ഒരു ബന്ധമല്ല ഇതിനകത്ത് വരുന്നത്. എന്റെ ഈ ഒരു നല്ല മനസ്സിന് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഒരു ഗോൾഡ് കോയിൻ അല്ലെങ്കിൽ ഒരു ഗോൾഡ് മറ്റേ മാലയില്ല കഴിക്കുന്നത്, അത് ഇത്രയും നല്ലൊരു മരുമക്കളെ നിങ്ങളുടെ വീട്ടിലുണ്ടോ? നിങ്ങൾ പറ. ഞാൻ എന്ത് ചെയ്തു? എനിക്കറിയാമോ ഇവരുടെ അസ്ഥിയൊക്കെ തേഞ്ഞോടിയിരിക്കുവാണ്. ഞാൻ എന്ത് ചെയ്തു? ഈ തലയെ മുട്ടാതെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ രണ്ടും കൂടെ പിടിച്ച് ഇങ്ങനെ ചേർത്തങ്ങ് വെച്ച്, തലയും കാലും കൂടെ ഇങ്ങനെ ചേർത്തങ്ങ് വെച്ച്. അപ്പൊ കിടക്കുന്നു പറഞ്ഞൊരു സൗണ്ട് കേട്ട് അപ്പൊ ഒടിഞ്ഞാന്ന് മനസ്സിലായില്ല. പിന്നെ അവർക്ക് എണീക്കാൻ നടക്കാനും മേലെ. പിന്നെ ആശുപത്രി ഇവിടെ കിടന്നത് കാറി പോയി. ദൈവമേ ഈ മുടിഞ്ഞ കാലമാണിന്റെ എന്നെ കൊല്ലിന്തേ എന്ന് പറഞ്ഞിട്ട് കാറി നാട്ടുകാരെ മൊത്തം വിളിച്ചു കൂട്ടി. പിന്നെ അവരെങ്ങാണ്ട് ഇവിടെ നേരത്തെ വാനോ വണ്ടിയോ അല്ല ഇത് നമ്മുടെ തടിയായി ഇവിടെ റബ്ബർ മുറിക്കുന്നുണ്ട്. അപ്പൊ ഈ റബ്ബർ കയറ്റാൻ വന്ന മറ്റേ ടിപ്പർ പോലത്തെ സാധനം ഉണ്ടല്ലോ ചെറുത്, അതിനകത്ത് കയറ്റി വിട്ട് പിന്നെ ആശുപത്രി കൊണ്ടുപോയി. പിന്നെ ഇപ്പൊ അവര് 4
വെച്ച് വെട്ടി കിടക്കുക. പിന്നെ 6 മാസത്തേക്ക് അനങ്ങി കൂടാന്ന് പറഞ്ഞു. ഞമ്മക്ക് ഹോം നേഴ്സിനെ നിർത്തിക്കും, യോഗയൊക്കെ അറിയാവുന്ന ഹോം നേഴ്സിനെ നിർത്തിയാൽ മതിയെന്ന് ഞാൻ പറഞ്ഞത്. നമ്മൾ സ്നേഹം കൊണ്ട് അവരൊന്നും ചെയ്തു കൊടുക്കുന്നത് എന്റെ പൊന്നു പിള്ളേരെ. അപ്പൊ അമ്മായിയമ്മ ഇപ്പൊ നിലവിൽ കാലൊടിഞ്ഞിരിക്കുകയാണ്. ഒരു പാട്ട് പാടാമോ? പാട്ടെന്ന് പറഞ്ഞാല് ഞാൻ ഒരുപാട് പാട്ടുകളൊക്കെ പാടുന്ന ആളായിരുന്നു. പിന്നെ ജീവിതത്തിന്റെ ചില പോയിന്റിലെത്തുമ്പോൾ നമ്മളൊരു സത്യം തിരിച്ചറിയും, നമ്മുടെ കഴിവുകളെ അംഗീകരിക്കാൻ ഒരു മനുഷ്യനും ഇല്ല എന്നുള്ളത്. ഇപ്പോഴാണല്ലോ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി വരുന്നത്. ഇതിനു മുമ്പൊന്നും നമ്മുടെ കലയൊന്നും കേൾക്കാൻ നമ്മുടെ വീട്ടിൽ 4 ചുമരുകളല്ലാതെ, ബാത്റൂമിന്റെ 4 ചുമരുകളല്ലാതെ എന്റെ ഈ സ്വര മാധുര്യത്തെ ആസ്വദിക്കാൻ ഒരു മനുഷ്യനെ മെനക്കെട്ടിട്ടില്ല. ഒരാൾ എന്നെ അപ്രിസിയേഷനായിട്ട് ഒന്ന് കൊണ്ടു. ഇങ്ങനെ ഒരു നോട്ടമുണ്ട്. ഞാൻ ഇപ്പൊ ഏതായാലും ചുമ്മുപിടിച്ച നോട്ടമാണ്. അപ്പൊ ഏത് പാട്ടാണ് നിങ്ങൾക്ക്? പാട്ട് പറഞ്ഞിട്ടില്ല, ഏതെങ്കിലും ഒരു പാട്ട് പാടാനാണ് പറഞ്ഞത്. എനിക്ക് അറിയാവുന്ന ഒരു പാട്ട് ഞാൻ പാടാം. സ്വർണ്ണമുകിലേ സ്വർണ്ണമുകിലേ സ്വപ്നം കാണാറുണ്ടോ നീയും? സ്വപ്നം കാണാറുണ്ടോ? വെള്ളി ട്രൗസർ പുറകിലേന്തി വസന്തയായി നടക്കുമ്പോൾ വർണ്ണച്ചിറകുകൾ ചുരുട്ടി മടക്കി വസന്തരാത്രിയിൽ മയങ്ങുമ്പോൾ സ്വർണ്ണമുകിലേ സ്വർണ്ണമുകിലേ